ഏറ്റവും സുരക്ഷിതം എന്ന് നമ്മൾ കരുതുന്ന സ്ഥലം പോലും ചിലപ്പോൾ ഒട്ടും സുരക്ഷിതമായിരിക്കില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മൻഹാട്ടനിൽ, ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയഭാഗമായ മൻഹാട്ടനിൽ പിന്നെ ഒരു ബിൽഡിങ് 37 നില ബിൽഡിങ് ഏകദേശം ഒരു തകർച്ചയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ആ ബിൽഡിങ്ങിലുണ്ടായിരുന്നവരെയും അതിൻ്റെ അടുത്തുള്ള ഒരു 7 ബിൽഡിങ്ങിലുള്ളവരെയും ഒക്കെ ഒഴിപ്പിച്ചിരിക്കുന്നു. അവിടെ താമസിക്കാൻ പാടില്ല, അപ്പോൾ വേണമെങ്കിലും ഈ ബിൽഡിങ്ങിന് തകർച്ച വരാം. അപ്പോൾ ആ ഒഴിപ്പിച്ചവരിൽ ഒരു കൂട്ടർ നമ്മുടെ ഇന്ത്യയുടെ പെർമനൻ്റ് മിഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ നമ്മുടെ സ്ഥിരം പ്രതിനിധി സഭ, ആ ബിൽഡിങ്ങുമുണ്ട്. അത് 27 നിലയാണ്. അതിൽ ഈ പിന്നെ ഒട്ടേറെ ഉദ്യോഗസ്ഥർ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകളും പിന്നെ അസംബ്ലി കോൺഫറൻസ് ഹാളുകളും എല്ലാം കൂടി ചേർന്നതാണ് ആ ബിൽഡിങ്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരെ ആ മേഖലയിൽ, അതായത് ന്യൂയോർക്ക് സിറ്റി പരിചയമുള്ളവർക്കറിയാം, ആ UN ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് അവന്യൂ ആ മേഖലയാണ്. ഇതിപ്പം 235 പിന്നെ 42nd സ്ട്രീറ്റിലാണ്, ഈസ്റ്റ് 42nd സ്ട്രീറ്റിലാണ് ഈ ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ നമ്പർ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈസ്റ്റ് 235 ഈസ്റ്റ് 43 സ്ട്രീറ്റിലാണ് പിന്നെ പെർമനൻറ്റ് മിഷൻ. രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൂടെ പോകുന്ന ആളുകൾ, ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തൂടെ പോകുന്ന ആളുകൾ, അല്ല അടുത്തുള്ള ബിൽഡിങ്ങുകൾ ഒക്കെ സുരക്ഷിതമല്ല എന്നുള്ളതുകൊണ്ട് അതെല്ലാം അടച്ചിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിയിരിക്കുന്നു. പിന്നെ ആളുകൾക്ക് വഴി നടക്കാനും അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ കെട്ടിടം തകർന്നു വീഴുമോ എന്നറിഞ്ഞുകൂടാ. അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും തകർന്നു വീഴാൻ പോകുന്നില്ല. കാരണം ഇത് പിന്നെ സ്റ്റീലിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഭാഗികമായിട്ട് തകർന്നു വീഴും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി വീണാൽ തന്നെ അപ്പോൾ അത് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ 21, 22 അങ്ങനെയുള്ള നിലയിലാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. അവിടെ ഈ ബീമുകളൊക്കെ, ഈ തൂണുകളൊക്കെ വളയുന്നു. പിന്നെ ഭാരം കൊണ്ടായിരിക്കാം മുകളിൽ. ഈ 37 നിലയെന്ന് പറഞ്ഞാൽ നേരത്തെ 27 28 നിലയാണ്. അതിൻ്റെ കൂടെ അഡീഷണൽ പിന്നെ കൂടുതൽ നിലകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഏകദേശം 1600 പരം അപ്പാർട്ട്മെൻറ്റുകൾ, അത്രയും പേർക്ക്, അത്രയും കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാം. അപ്പോൾ 1600 കുടുംബങ്ങൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 4 പേര് വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയായിരം പേരായി അവിടെ താമസിക്കാൻ പോകുന്നത്. ഇപ്പോഴെത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അത് നേരത്തെ ഫൈസറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ വലിയ കമ്പനികളൊക്കെ ഈ സിറ്റിയുടെ ഹൃദയഭാഗത്തു നിന്നൊക്കെ അങ്ങോട്ട് മാറിയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, വീടുകളായിട്ട് മാറുന്നു. അപ്പോൾ ഈ സിറ്റിയുടെ ഈ ഹൃദയഭാഗത്ത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എത്രയോ പണമുള്ളവർക്കാണ് അത് പറ്റുക. അപ്പോൾ അങ്ങനെ സമ്പന്നരായ ആളുകളാണ് ആ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് അങ്ങോട്ട് അടുക്കാൻ കൂടി പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് അവർ ഈ വീടില്ലാതെ അല്ലേ വഴിയാധാരമാകേണ്ട സ്ഥിതി വരുന്നത്, ഇങ്ങനെയുള്ള ഓരോ പിന്നെ ദുരന്തങ്ങൾ വരുമ്പോൾ. അപ്പം ദുരന്തങ്ങൾ നമുക്കറിയാം. ഇപ്പം നമ്മൾ മണ്ണിടിച്ചിൽ മൂലം വയനാട്ടിൽ ആളുകൾ മരിച്ചു, പ്രകൃതി ദുരന്തം അല്ലെ പ്രളയം മൂലം ആളുകൾ മരിക്കുന്നത് നമ്മൾ മുൻപ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് പേടിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് എന്നുള്ളത്. അപ്പോൾ അവിടെ മലയിടിയും അല്ലെങ്കിൽ പിന്നെ കൊടുങ്കാറ്റ് വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അത് നമുക്ക് ഒഴിവാക്കാനാവില്ല എന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം, ഇവിടെ ന്യൂയോർക്ക് മേഖലയിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കടുത്ത ചൂടായിരുന്നു, ഒരു 3-4 ദിവസത്തേക്ക്. ഇപ്പോഴിതാ അതിനുശേഷം ഒരു കൊടുങ്കാറ്റുണ്ടായി, ചിലയിടത്തെല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീണു, നമ്മുടെയൊക്കെ പിന്നെ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. പിന്നെ അതിനുശേഷം കനത്ത മഴ, പേമാരി, ഫ്ലഡിങ്, ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ സമയത്തും ഓരോ കാലത്തും. ഇപ്പോൾ കേരളത്തിലായാലും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഇല്ലാത്തൊരു സ്ഥലം. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയും പ്രളയം വന്നത് കണ്ടു. ഇങ്ങനെ മണ്ണിടിച്ചിലും ഇങ്ങനെയുള്ള പിന്നെ ദുരന്തങ്ങൾ പിന്നെ ആവർത്തിച്ചുണ്ടാവുന്നു. പിന്നെ കടുത്ത ചൂട്, എങ്ങനെയാണ് ഇത്രയും കടുത്ത ചൂട് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ പിന്നെ മര്യാദയ്ക്ക് നമ്മളെല്ലാം ജീവിച്ചിരുന്ന ഒരു നാടാണ്. അവിടെയൊന്നും ഇത്രയും ചൂടോ, മനുഷ്യന് സഹിക്കാൻ പാടില്ലാത്ത ചൂടൊന്നും ഇല്ലായിരുന്നു. ചൂടുണ്ട്, ആ ചൂട് നല്ലതുമായിരുന്നു നമുക്ക്. പക്ഷെ അത് സഹിക്കാൻ പാടില്ലാത്തത്ര തരത്തിലേക്ക് ഉയർന്ന ആ കാലാവസ്ഥ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതെല്ലാം നമ്മളാരും ചെയ്തതൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതെല്ലാം നേരിടേണ്ട അവസ്ഥ നമുക്ക് വരികയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ന്യൂയോർക്ക് പോലുള്ള ഏറ്റവും പുരോഗമിച്ചിട്ടുള്ള നഗരത്തിലെ ഏറ്റവും ആധുനിക ടെക്നോളജിയോടുകൂടി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണിതൊക്കെ. അപ്പോൾ അതിലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് നമ്മൾ കണ്ടു, ഫ്ലോറിഡയിൽ പിന്നെ എത്രയോ നില
കെട്ടിടം എത്ര 200 പിന്നെ എത്രയോ നിലയുള്ള കെട്ടിടം അത് തകർന്നു വീണത്, ഒട്ടേറെ പേര് മരിക്കുകയും ചെയ്തത്. അത് ആ ഉറപ്പില്ലായിരുന്നു, അടിയിലെല്ലാം മണലായിരുന്നു. ആ മണലിൻ്റെ അവിടെയാണ് കെട്ടിടങ്ങൾ പണിത് കൂട്ടിയതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഈ പിന്നെ ഈ ബിൽഡിങ് കെട്ടി കാശുണ്ടാക്കാൻ താല്പര്യം കാണിക്കുന്നവർ അവർ സുരക്ഷിതത്വത്തെക്കാളുപരി ഇങ്ങനെ അവർ പണമുണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അത് മണലിലാണോ അല്ല ഉറച്ച മണ്ണിലാണോ എന്നൊന്നും നോക്കാത്ത സ്ഥിതി വരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് സർക്കാരും നിയന്ത്രണങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി അതെങ്ങനെ ശരിയാകും, അത് എത്ര നാളെടുക്കും, ഇനി അയൽവക്കത്തുള്ളവർക്കൊക്കെ എന്ന് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയും എന്നൊക്കെയാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട് എന്ന് മാത്രം.